ഹലോ, അസ്സാം വലൈക്കും. ഇതെൻ്റെ ഫസ്റ്റ് വ്ളോഗാണ്. അതൊരു ഷോപ്പിംഗ് വ്ളോഗിൽ തന്നെ അങ്ങോട്ട് തുടങ്ങാമെന്ന് വിചാരിച്ച്. പറയാൻ മറന്നു, എൻ്റെ പേര് ഫിസ. ഞാൻ സൗദിയിൽ സെറ്റിലാണ്. ഇതാണ് എൻ്റെ കുഞ്ഞു ഫാമിലി. കുഞ്ഞു ഫാമിലി മീൻസ് ഞാൻ, ഹസ്ബൻഡ്, എനിക്കൊരു 6 മാസമായുള്ള മോളാണ് ഇത്. പിന്നെ അപ്പം എൻ്റെ വീഡിയോ കാണുന്നവർക്ക് താങ്ക് യു ആൻഡ് വെൽക്കം ബാക്ക്. അപ്പം നമ്മളിപ്പോൾ പോകുന്നത് ഫ്ലെമിംഗോ 5 റിയാൽ ഷോപ്പിലേക്കാണ്. സൗദിയിലുള്ളവർക്കൊക്കെ ഒട്ടുമിക്ക ആൾക്കാർക്കും അറിയുന്ന ഒറ്റ ഷോപ്പായിരിക്കും 5 റിയാൽ ഷോപ്പ്. അവിടെ എല്ലാ സാധനവും അത്യാവശ്യം ചീപ്പായിട്ട്, 5 റിയാൽ എന്നുള്ള പേരാണെങ്കിലും അതിന് കൂടുതലുള്ള എമൗണ്ടൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷേ നമുക്ക് 5 റിയാൽ എന്ന് കേൾക്കുമ്പോൾ ഒരു സമാധാനമല്ലേ. അപ്പോൾ ഒട്ടുമിക്ക നല്ല സാധനങ്ങൾ, ക്യൂട്ടായിട്ടുള്ള സാധനങ്ങളും വീട്ടിലേക്ക് വേണ്ടിയിട്ടുള്ള ഓൾമോസ്റ്റ് എല്ലാ സാധനങ്ങളും അവിടെ ഉണ്ട്. നമ്മൾ ഓൾമോസ്റ്റ് അവിടെ എത്താനായി. നമ്മൾ കാരിഫോറിൻ്റെ തൊട്ടടുത്താണ് ഈ 5 റിയാൽ ഷോപ്പ് വരുന്നത്. ഇവിടെ മാസത്തിൽ ഒരു പ്രാവശ്യം പോയില്ലെങ്കിൽ ഭയങ്കര ഇടങ്ങാറാണ് കേട്ടോ എനിക്ക്. അങ്ങനെ നമ്മൾ വീട്ടിലേക്കുള്ള സാധനങ്ങൾ, കുറച്ചധികം സാധനം നമുക്ക് വാങ്ങിക്കാനുണ്ട്. അത് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പോവുകയാണ്. ഇവിടെ നമുക്ക് എല്ലാവിധ സാധനം കിട്ടാത്ത സാധനങ്ങൾ ഭയങ്കര കുറവായിരിക്കും. നമ്മൾ ഫസ്റ്റ് തന്നെ പോയത് ഗാർബേജ് ബാഗിൻ്റെ അവിടേക്കാണ്. നമ്മളിവിടെ ഗുമാമിൻ്റെ കവറൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിൻ്റെ തൊട്ടടുത്ത് നല്ല രസമുള്ള കണ്ടെയ്നറൊക്കെ കണ്ടപ്പോൾ ഞാനിങ്ങനെ വീഡിയോ എടുത്താണ് കേട്ടോ. ഇതൊന്നും ഞാൻ വാങ്ങിച്ചിട്ടില്ല, പക്ഷെ ഇതൊക്കെ പ്ലാസ്റ്റിക്കാണ് കേട്ടോ. ഇങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു കണ്ടെയ്നേഴ്സും ഇങ്ങനത്തെ ഫുഡ് കണ്ടെയ്നറൊക്കെ ഞാൻ ഇവിടെ നിന്ന് തന്നെ വാങ്ങിക്കൽ. പിന്നെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനം ടിഷ്യൂ. ഇതെനിക്ക് ഭയങ്കര നിർബന്ധമാണ്. എന്താണെന്നറിയില്ല, നാട്ടിൽ ഇത്ര ടിഷ്യൂ ഒന്നും നമ്മൾ യൂസ് ചെയ്യില്ല, പക്ഷെ ഇവിടെ എത്തുമ്പോൾ നമുക്ക് ടിഷ്യൂ അത്യാവശ്യം വേണ്ടി വരും. അപ്പം ഞാൻ ടിഷ്യൂ എടുത്തിട്ടുണ്ട്. ഇത് കിച്ചൺ ടിഷ്യൂ ആണ് കേട്ടോ. കിച്ചൺ ടിഷ്യൂ ആയാലും മറ്റേ ടിഷ്യൂ ആയാലും ഏത് ടിഷ്യൂ നമുക്ക് അത്യാവശ്യം വേണം. പിന്നെ ഞാനിങ്ങനെ ഫാൻസി, അതേപോലെ ബേബീസിന് പറ്റിയ ഐറ്റംസും, അതേപോലെ നമ്മളെ ലേഡീസിന് പറ്റിയ ക്രീംസ്, ഫേക്ക് നെയിൽസ്, ലാഷസ്, എല്ലാ സംഭവവും നമുക്ക് ഇവിടെ കിട്ടും. പക്ഷേ ഈ മേക്കപ്പ് പ്രൊഡക്റ്റ്സ് ആയാലും ലാഷസ് ഇങ്ങനത്തെ സംഭവമൊന്നും അത്ര നല്ല ക്വാളിറ്റി ഉള്ളതോ നല്ല ബ്രാൻഡോ ഒന്നും അല്ലായിരിക്കും. അതേപോലെ നൈൽ കട്ടേഴ്സ്, ഇതൊക്കെ നല്ലതായിരിക്കും. ഞാൻ അതേപോലെ ഫേക്ക് നെയിൽസ് കാണുമ്പോൾ ഞാൻ ഒരു പ്രാവശ്യം ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കണം എന്നിങ്ങനെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാനത് വാങ്ങിച്ചിട്ടുണ്ട്. പക്ഷെ അതെനിക്കല്ല, ഒരാൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. പക്ഷേ ഈ ഫേക്ക് നെയിൽസ് ഒന്നും യൂസ് ചെയ്ത് നമുക്കങ്ങനെ നടക്കാൻ കഴിയില്ലല്ലോ. നമുക്ക് എന്തായാലും വീട്ടിൽ കുറേ പണി ഉണ്ടാവും. നല്ല നല്ല ഷെയ്ഡ്സുള്ള ഫേക്ക് നെയിൽസൊക്കെ ഉണ്ട്. നല്ല ക്യൂട്ടായിട്ടുള്ള തന്നെയാണ് കേട്ടോ. മക്കൾക്ക് പറ്റിയ നല്ല ഭംഗിയുള്ളതുണ്ട്. പിന്നെ എനിക്ക് അത്യാവശ്യം വേണ്ട ഒരു സാധനമാണ് സ്ക്രഞ്ചീസ്. ഇത് എവിടെ വെച്ചാലും കാണാത്തൊരു സാധനം. എനിക്കറിയില്ല ഞാൻ ഇതെല്ലാം കൂടി ചെയ്യണമെന്ന്. എത്ര വാങ്ങിച്ചാലും ഇതെനിക്ക് കാണൂല. അതാണ് എൻ്റെ ഒരു പ്രത്യേകത. അങ്ങനെ ഞാൻ അത്യാവശ്യം നോക്കിയിട്ട് എടുക്കുന്നുണ്ട്. കാരണം ഇത് പെട്ടെന്ന് എൻ്റെ കയ്യിൽ നിന്ന് പോകുന്ന ഒരു സാധനമാണ്. ഇപ്പം നമ്മൾ എവിടെന്നെങ്കിലും ഊരി വെച്ചാൽ പിന്നെ അത് ഞാൻ എടുക്കാൻ മറക്കും, അല്ലെങ്കിൽ അതവിടെ കാണൂല. എത്ര തിരഞ്ഞാലും കാണാത്ത സംഭവമാണ് എൻ്റെ കയ്യിൽ സ്ക്രഞ്ച്. പിന്നെ നമുക്ക് മോളുള്ള എല്ലാ അമ്മമാരെ ആകെ ഒരു മെയിൻ പർച്ചേസ് ലിസ്റ്റിലുള്ള ഒരു സാധനമായിരിക്കും അവരെ ഹെയർ ബാൻഡ്, അവരെ ഡ്രസ്സ്, ഇതൊക്കെ. അതേപോലെ ഞാൻ ഇവിടെ നിന്ന് ഇങ്ങനെ ഹെയർ ബാൻഡൊക്കെ നോക്കിയേനും, പക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ട വല്ലാണ്ടില്ലേനും. പിന്നെ ക്ലിപ്പ് വെക്കാനായിട്ടൊന്നും നമുക്ക് മുടി വന്നിട്ടില്ല. ക്ലിപ്പൊക്കെ അത്യാവശ്യം നല്ല ഭംഗിയുള്ളതുണ്ട്. നമുക്ക് നാട്ടിലേക്കൊക്കെ പോകുമ്പം അധികം പകുതി പർച്ചേസ് ഇവിടെ നിന്ന് തന്നെ നമുക്ക് തീരും കേട്ടോ. അങ്ങനെ ഇവിടെ നിന്ന് ഞാൻ ക്ലിപ്പൊക്കെ അങ്ങനെ നല്ല ഭംഗിയുള്ളതൊക്കെ അങ്ങനെ നോക്കിയതാണ്. എനിക്ക് ശരിക്കും കാണുമ്പോൾ വാങ്ങിക്കാൻ തോന്നും. ഈ സെക്ഷന് ഞാൻ വല്ലാണ്ട് പരിചയമില്ലാത്ത സെക്ഷനാണ്. കാരണം ഞാൻ ഫാൻസി അത്ര യൂസ് ചെയ്യില്ല. അതുകൊണ്ട് തന്നെ ഞാൻ കാണുമ്പോൾ നല്ല ഇഷ്ടമാണ്, പക്ഷെ ഞാൻ വാങ്ങിക്കാത്ത നിൽക്കുക തന്നെയാണ്. കാരണം നമ്മൾ യൂസ് ചെയ്യാണ്ട് വെറുതെ വാങ്ങിച്ചിട്ട് കാര്യമില്ലല്ലോ. അങ്ങനെ ഞാൻ ഫാൻസി ഐറ്റംസൊക്കെ അങ്ങനെ നോക്കുകയാണ്. കുറേ കമ്മലും മാല, വള, മോതിരം, ഇങ്ങനത്തെ കുറേ നല്ല നല്ല കളക്ഷൻ ഉണ്ട്. വളൻ്റെയൊക്കെ നല്ല അടിപൊളി കളക്ഷൻസ് ഉണ്ട്. പിന്നെ ഈ സാധനം ഞാൻ യൂസ് ചെയ്യുന്നതാണ്. ഇത് കോട്ടൺ പാഡാണ്. നമ്മൾ മേക്കപ്പൊക്കെ ഇട്ടിട്ട് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന സാധനമാണ്. അതിൻ്റെ കയ്യിൽ തീർന്നു പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആ ഒരു സെറ്റ് നമ്മളെടുത്തു. പിന്നെ എനിക്ക്
വീണ്ടും അത്യാവശ്യമുള്ള സാധനമാണ് പോക്കറ്റ് ടിഷ്യൂ ഞാൻ എപ്പോഴും എൻ്റെ കയ്യിൽ കൊണ്ടെടുക്കലുണ്ട്. ഇപ്പം മോള് വരുന്നതിൻ്റെ മുമ്പായാലും ഇപ്പം മോള് വന്നതിൻ്റെ ശേഷം അത്യാവശ്യമാണ്. കാരണം അവളെ എന്തെങ്കിലുമൊക്കെ തുടക്കാനായിട്ട് എപ്പോഴും ഉണ്ടാവും. അപ്പം പോക്കറ്റ് ടിഷ്യൂ ഞാൻ എപ്പോഴും എടുക്കലുണ്ട്. നല്ല രസമല്ലേ ഇതിൻ്റെ സ്റ്റിക്കർ കാണാൻ. പിന്നെ ഞാൻ എൻ്റെ കയ്യിൽ തീർന്നു പോയ സാധനമാണ്, നമ്മൾ സൗദിയിലായതുകൊണ്ട് തന്നെ ഇവിടെ അബായയാണ് ഞാൻ കൂടുതൽ യൂസ് ചെയ്യൽ. ഇവിടെ നിർബന്ധം ഇപ്പം ഇല്ല, ആദ്യം നിർബന്ധമായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം അബായക്ക് വേണ്ടിയിട്ടുള്ള ലിക്വിഡ്. പിന്നെ അടിപൊളി മഗ്ഗുകളുണ്ട് ഇവിടെ. മഗ്ഗ്, ഗ്ലാസ്, ജഗ്, അങ്ങനെ അടിപൊളി കളക്ഷൻ ഉണ്ട്. ഈ മഗ്ഗൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ അതൊന്നും ഞാൻ വാങ്ങിച്ചില്ല. കാരണം അങ്ങനത്തെ കുറേയൊക്കെ വാങ്ങിച്ചിട്ട് ഞാനും ഒക്കെ കോഫി പേഴ്സൺ അല്ല. കോഫി പിന്നെ ഓക്കെ, പക്ഷെ ടീ പേഴ്സണേ അല്ല. നമ്മളെ വീട്ടിൽ ആരും ഗസ്റ്റൊക്കെ വരുമ്പോൾ അവർക്ക് വേണ്ടിയിട്ടല്ലാണ്ട് നമ്മൾ വീട്ടിൽ ടീ ഉണ്ടാക്കലില്ല. അപ്പം അങ്ങനത്തെ കുറേ ഇതുണ്ടായിട്ട് വലിയ കാര്യമില്ലല്ലോ. പിന്നെ ഞാൻ അങ്ങനെ കുറേ വിചാരിച്ചതിന് ഇങ്ങനത്തെ ടംബ്ലർ എന്ന് തന്നെ എനിക്ക് തോന്നുന്നു പറയാം, ഇത് വാങ്ങിക്കണം എന്നുള്ളത്. അങ്ങനെ ഞാൻ അതിൽ ഒരെണ്ണം ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കാനും ഇതിൽ പക്ഷേ ഒരു കോമഡി ഉണ്ട്. ഇതിൽ കാര്യമായിട്ട് ഞാൻ നോക്കി വാങ്ങിച്ചതിന് സ്ട്രോയും ഇല്ല. എന്താ ചെയ്യുന്നൊന്നും ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ വീട്ടിൽ തന്നെ വെച്ചു. പിന്നെ ബാക്ക്ഗ്രൗണ്ടിൽ ചെറിയ വോയിസ് ഉണ്ടാവും, നമ്മൾ ഉറക്കത്തിൽ സൗണ്ട് ഉണ്ടാക്കുകയാണ്. പിന്നെ ഇങ്ങനത്തെ കുറേ ജഗ്ഗുകൾ, നല്ല ക്യൂട്ടുള്ള സാധനങ്ങൾ നമ്മൾ പിൻട്രസ്റ്റിലൊക്കെ കാണുന്ന നല്ല ഭംഗിയുള്ള ഗ്ലാസ്, ജഗ്ഗ്, ഇങ്ങനത്തെ ബോട്ടിൽ, ഇതൊക്കെ ഇവിടെ കാണാൻ പറ്റും കേട്ടോ. ഇതിനൊക്കെ 5 റിയാൽ തന്നെയാണ്. ഇതിന് കൂടുതൽ വലിയ പ്രൈസൊന്നുമില്ല. 5 റിയാൽ 6 റിയാൽ, ഇതിൻ്റെ അത്ര കൂടില്ല. ഈ സാധനത്തിന് എന്താ പറയാമെന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ ഇത് പൊട്ടുന്നതായതുകൊണ്ട് ഞാൻ അത് വാങ്ങിച്ചില്ല. കാരണം വേഗം പൊട്ടിക്കുന്ന ചെറിയൊരു ശീലം ഉണ്ടായതുകൊണ്ട് തന്നെ ഞാൻ വാങ്ങിച്ചില്ല. പിന്നെ നല്ല രസമുള്ള കപ്പും സോസറൊക്കെ ആയിട്ട് ഈ ഭാഗം എൻ്റെ അമ്മ കാണുമ്പം ഭയങ്കരമായിട്ട് മിസ് ചെയ്യും. ഈ സാധനം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിൻ്റെ ബോക്സ് പീസ് ഞാൻ നോക്കിയിട്ട് കണ്ടില്ല. അപ്പോൾ പിന്നെ ഞാനത് എടുത്തില്ല. അതേപോലെ ഞാൻ പോകുന്ന വഴിയിൽ ഒരു ജഗ്ഗ് കണ്ടു. അതും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിരുന്നു. പക്ഷെ ഞാൻ വാങ്ങിച്ചില്ല. ഈ ജഗ്ഗാണ്. ഇത് നമ്മൾ വാങ്ങിച്ച് വെറുതെ വേസ്റ്റ് ആവുകയുള്ളൂ. പിന്നെ ഇത് ജാസ്മിൻ ഫ്രാഗ്രൻസ് വരുന്നത് നമ്മൾ റൂമിൽ ജസ്റ്റ് വെക്കുന്ന സാധനമാണ്. യൂഷ്വലി നമ്മൾ വാങ്ങിക്കുന്നത് അത് ജസ്റ്റ് വാങ്ങിച്ചെന്നുള്ളൂ. പിന്നെ ഇവിടെ നല്ല ക്യൂട്ടായിട്ടുള്ള സാധനങ്ങൾ. ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ ഫോട്ടോ വെച്ചിട്ട് ലൈറ്റ് കത്തിക്കുന്ന ആ സാധനമില്ലേ, ആ ഫ്രെയിമൊക്കെയാണ് ഉള്ളത്. ആൻഡ് അതിൻ്റെ വേറെ വേർഷനൊക്കെ ആയിട്ടുള്ള പല വേർഷനായിട്ട്. പിന്നെ അത് 2 സെക്ഷനാണ് കേട്ടോ. നേരെ മുകളിൽ പോയി ഇവിടെ നമുക്ക് പ്ലാസ്റ്റിക് ചെടികൾ, അതേപോലെ മാറ്റ്, ചോക്ലേറ്റ്, ഓൾമോസ്റ്റ് എല്ലാ സംഭവവും നമുക്കിവിടെ കിട്ടും. ഷൂസ്, ചപ്പൽ. നമ്മളിപ്പോൾ പോയത് മോക്ക് ടോയ്സ് വാങ്ങിക്കാനാണ്. ടോയ്സ് മീൻസ് എന്തെങ്കിലും, ഇപ്പോൾ മോക്ക് 6 മന്ത് ആയിട്ടുള്ളൂ. അപ്പം അവൾക്ക് സൗണ്ട് വരുന്ന ടൈപ്പ് ടോയ്സാണല്ലോ ഏറ്റവും ഇഷ്ടപ്പെടുക. അപ്പോൾ അതൊക്കെ നോക്കാൻ വേണ്ടിയിട്ടാണ് മുകളിൽ വന്നത്. അപ്പം ബാഗൊക്കെ കണ്ടപ്പോൾ ഇങ്ങനെ കണ്ട്, പിന്നെ ചോക്ലേറ്റ് സെക്ഷനിലൂടെയൊക്കെ ഇങ്ങനെ മെല്ലെ നടന്നു. അപ്പം അവളെ ഫസ്റ്റായിട്ടാണ് കേട്ടോ ഈ ട്രോളിയിൽ ഇരുത്തുന്നത്. പൂക്ക് ഭയങ്കര ഇഷ്ടമായി. അതിലിരുത്തിയപ്പോൾ ഭയങ്കര ഇഷ്ടമായി. ഇനി ഞാൻ കാണിക്കുന്നത് നൈറ്റ് ലൈഫ്. ഇവിടെ സൗദിയിലെ ബലത്തിൽ നമ്മൾ നോമ്പിനെടുത്ത വീഡിയോ ആണ്. നോമ്പിന് നമ്മൾ നൈറ്റ് ലൈഫ് കാണിക്കുകയാണ്. അത്യാവശ്യം നല്ല തിരക്കും. എൻ്റെ ഇടയിൽ കൂടെ ഞാൻ ആകെ 2-3 ക്ലിപ്പ് എടുത്തിട്ടുള്ളൂ. ആ ക്ലിപ്പാണ് കേട്ടോ ഇതിൽ കാണിക്കുന്നത്. അത്യാവശ്യം നല്ല ക്രൗഡാണ്. പക്ഷെ നല്ല രസമുണ്ടായിരുന്നു. നമ്മൾ നാട്ടിൽ അത്ര വൈബില്ലെങ്കിലും എന്നാലും അത്യാവശ്യം നല്ല വൈബുള്ള സംഭവമായിരുന്നു. അപ്പം താങ്ക് യു. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.